സഖാവ് പിണറായി വിജയൻ പിണറായി വിജയന്റെ ചെറുപ്പകാലം മുതൽ ഈ കാലഘട്ടം വരെ അധികാരിവർഗവും അതേപോലെ ഇവിടത്തെ ബൂർഷാസിയും വേട്ടയാടിയിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷിയാണ് സഖാവ് പിണറായി വിജയൻ. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. ഇപ്പൊ റിയാസിന്റെ വീട്ടിൽ ഇവിടെ റെയ്ഡ് നടത്തുന്നത് എന്ത് അർത്ഥത്തിലാണ്? റിയാസിന്റെ വീട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് നിസ്വാർത്ഥ സേവനം നടത്തി ഒട്ടേറെ അംഗീകാരം പുരസ്കാരവും വാങ്ങിയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ താമസിക്കുന്ന വീടാണ്. അദ്ദേഹത്തിന്റെ മകനാണ് റിയാസ്. ആ റിയാസ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഉള്ള വിഷയമാണിത്. ഇവിടെ റിയാസിന്റെ വീട് റെയ്ഡ് ചെയ്യേണ്ട കാര്യമെന്താ എന്നർത്ഥത്തിലാണ്? ഞങ്ങളതുകൊണ്ട് ചൂടാനൊന്നും പോകുന്നില്ല. ഞങ്ങളത് നേരിടും. റിയാസും റിയാസിന്റെ പാർട്ടിയും RSSനെയും BJPയെയും അവസാനത്തെ ശ്വാസം വരെ അതിശക്തമായി നിശിതമായും എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ടു പോകും. വർഗീയതയ്ക്കെതിരായി ജീവൻ കൊടുത്ത പ്രസ്ഥാനത്തിന്റെ നേതാവാണ് സഖാവ് റിയാസ്. അതുകൊണ്ട് തന്നെ റിയാസ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളൊന്ന് നോക്കണം. വളരെ കൃത്യമായി ആ കാര്യത്തിലുള്ള നിലപാട് അതാണ്. ഇങ്ങനെ പേടിപ്പിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാരെയൊക്കെ ED റെയ്ഡ് എടുത്ത് തിരിച്ചുപിടിച്ച പാരമ്പര്യം വെച്ച് ഞങ്ങൾക്ക് നേരെ ഈ പാർട്ടിയെപ്പറ്റി എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ട് ഞങ്ങളെ അതുകൊണ്ടൊന്നും ഭയപ്പെടുത്താൻ നോക്കണ്ട. ഞങ്ങളത് വഴങ്ങുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇത് തടസ്സം ചെയ്യാനൊന്നും പോകുന്നില്ല. എന്താണ് അവർക്ക് നോക്കേണ്ടതെല്ലാം നോക്കട്ടെ. ഞാനിപ്പോൾ സഖാക്കളോടൊക്കെ പറഞ്ഞതാ. അതുകൊണ്ട് ED കൊണ്ടാണല്ലോ BJP കഴിഞ്ഞ 12 കൊല്ലമായി ഈ രാജ്യത്തെ ഭരിക്കുകയും അതേപോലെ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടാക്കി അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണല്ലോ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമെന്ന നിലയിൽ തന്നെയാണ് ഇവരോടൊപ്പം ആരൊക്കെ ഉണ്ട്, ഏതെല്ലാം ഗൂഢാലോചന എന്നെല്ലാം പിന്നീട് നമുക്ക് പറയാം. അത്രേ ഞാനിപ്പോൾ പ്രതികരിക്കുന്നുള്ളൂ. കണ്ണൂരിലെ CPM പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം 10:30-ക്കുണ്ട്. കോഴിക്കോട് അങ്ങനെ എന്തെങ്കിലും? കോഴിക്കോട് ഞങ്ങൾ പ്രതിഷേധ പ്രകടനം വെച്ചിട്ടുണ്ട്. കോഴിക്കോട് മുതൽക്കുളത്ത് നിന്ന് ആരംഭിക്കും. 11 മണിക്ക്.